ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനൊരു സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള ഒരു റോസ് ഫ്ലവറാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. അതിന് മുന്നേ ഞാൻ ബിഗിനേഴ്സ് കോർണർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിലാണ് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനതിൽ എല്ലാ വീഡിയോസിലും തന്നെ വീട്ടിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഓരോ ഹെയർ ആക്സസറീസും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ മേക്കിംഗ് ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഓരോ ഹെയർ ആക്സസറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ സാധനങ്ങളില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ചുമ്മാ ഇരിക്കാനൊന്നും പാടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ സാറ്റിൻ്റെ പേർപ്പിൾ കളറിലുള്ള ഒരു റിബണാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്യാനായി. പിന്നെ സെൻറ്ററിൽ വെക്കാൻ കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാനൊരു വൈറ്റ് കളർ സ്മോൾ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ എലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാൻ ഒരു ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോളൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ വേണം, ത്രെഡ് വേണം. ഒരു എലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ വെക്കാൻ 3 ഫ്ലവർ വേണം. അപ്പോൾ അതിന് 3 റിബൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 35 സെൻറ്റിമീറ്റർ ആണ് 3 വരുന്നത്. അപ്പോൾ മേക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കണം. എന്നിട്ട് നമുക്ക് 2-3-4 ചുറ്റുകൾ ചുറ്റി വെക്കണം. ചുറ്റിയിട്ട് ഓരോ 4 ചുറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് അടിഭാഗം ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ അടിഭാഗം ടൈറ്റ് ചെയ്യാൻ മറന്നു പോകാൻ പാടില്ല. കൂടുതൽ ചുറ്റുകൾ ചുറ്റി കഴിയുമ്പോഴേക്കും അടിഭാഗം, കാരണം ഇത് മേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഓരോ ലെയറുകൾ ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2-3 ചുറ്റി കഴിയുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് അടിഭാഗം സൂചി നൂല് ഉപയോഗിച്ചൊന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കൂടുതലും ചുറ്റിയാണ് എടുക്കുന്നത് കേട്ടോ. നല്ല ഒരു വിടർന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ അല്ല ഞാൻ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോൾഡ് വരുന്നുണ്ട്, എന്നാലും കൂടുതൽ ഫോൾഡ് വരുന്നില്ല. മൊത്തം ചുറ്റലായി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമുക്ക് ചെറിയ രീതിയിലുള്ള ഫോൾഡ് വരുകയും വേണം, കൂടുതൽ ചുറ്റുകളും ആയിരിക്കുകയും വേണം കേട്ടോ. അത് ആ ഒരു രീതിയിലുള്ള ഫ്ലവറാണ്, ഒരു വിടരാൻ പോകുന്ന പോലെയുള്ള ഒരു ഫ്ലവറാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു റോസ് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് നല്ല ഒരു വിടർന്ന രീതിയിലുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വിടരാൻ പോകുന്ന രീതിയിലുള്ള, എന്നാൽ ബഡ് പോലെയും അല്ല, അങ്ങനെയുള്ളൊരു ടൈപ്പിലുള്ള ഫ്ലവറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് 3 ഫ്ലവർ മേക്ക് ചെയ്തെടുക്കണം ഒരു എലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ വെക്കാനായിട്ട് കേട്ടോ. ഒരു ഫ്ലവർ മേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കാണാനുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അധികം വിരിയാത്തൊരു ടൈപ്പിലാണ് ഉള്ളത്. ഇനി ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഉരുക്കി ഷേപ്പ് ചെയ്ത് വെക്കണം. ഒന്ന് എൻഡിൽ വരുന്ന ഒരു കോൺ ഷേപ്പ് പോലെ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഇനി ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ആ സെൻറ്ററിൽ വെക്കാനുള്ള ബീഡ്സ് കൂടി ഒന്ന് കോർത്തെടുക്കണം കേട്ടോ. അപ്പം തന്നെ അത് ചെയ്തെടുക്കണം. അതിനുശേഷം അടിഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് നീഡിലും ത്രെഡ് യൂസ് ചെയ്തിട്ടൊന്ന് ടൈറ്റായിട്ട് വെക്കണം. ഓരോ ലെയറും ടൈറ്റായിട്ട് വെക്കണം. അപ്പോൾ 3 ഫ്ലവേഴ്സ് ഞാൻ ഇതുപോലെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3 ഫ്ലവേഴ്സ് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് വേണം കോർത്തെടുക്കാൻ. നടുഭാഗത്തൊരു ഗ്യാപ്പൊന്നും വരാൻ പാടില്ല. അതുപോലെ നല്ല രീതിയിൽ നീഡിലും ത്രെഡ് യൂസ് ചെയ്തിട്ടൊന്ന് ടൈറ്റാക്കി വെക്കണം. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്തോട്ട് ഈ ഒരു പോളൻ ഇതുപോലെ ഒന്ന് നീഡിലും ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അടിഭാഗത്ത് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ടെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, നന്നായിട്ട് വേണം, ടൈറ്റാക്കിയിട്ട് വേണം ചെയ്ത് വെക്കാൻ. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തോട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊരു ഫെൽറ്റ് ഷീറ്റ് കൂടി കട്ട് ചെയ്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെക്കണം. എലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ഷീറ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി ഷേപ്പാക്കി കൊടുക്കണം. അപ്പം ഞാൻ 2 എലിഗേറ്റർ ക്ലിപ്പ് ഇതുപോലെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്ലിപ്പാണ്. ഞാൻ കുറേ പേർ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെയർ ബാൻഡിലും കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ആൾക്കാർക്ക് ആണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പാഴ്സൽ വഴി സെൻഡ് ചെയ്ത് തരും. അപ്പോൾ എല്ലാവരും ഒന്ന് എപ്പോഴത്തെയും പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്